നിന്നിട്ടും നീ ചേർത്ത് നിർത്തിയവരിൽ നിന്നും വഞ്ചന അനുഭവിക്കേണ്ടി വന്നത് ഞാൻ നിന്റെ ആരാധനാമൂർത്തി അല്ലാത്തതുകൊണ്ടും നിന്നെ വഞ്ചിച്ചവർ എന്റെ ആരാധകരായതുകൊണ്ടുമായിരിക്കുമെന്ന്. എന്നാൽ ആരാധകരെന്നോ വിരോധികളെന്നോ രീതിയിലുള്ള യാതൊരു വകഭേദങ്ങളും എനിക്കില്ല. ധർമ്മം എവിടെയുണ്ടോ അവിടെയാണ് ഞാൻ വസിക്കുന്നത്. നന്മയോടെ നിന്ന് നീ വഞ്ചിക്കപ്പെട്ടപ്പോൾ നിനക്കുള്ളിൽ വസിച്ച ഞാനാണ് കരഞ്ഞത്. ആ കണ്ണുനീരിൽ നിന്നുമാണ് പുതിയ നിന്നെ വാർത്തെടുക്കുന്നതും വഞ്ചകരുടെ വഴികളിൽ അപസ്വരങ്ങൾ ഉയർത്തുന്നതും. നീ അനുഭവിക്കുന്ന വഞ്ചനയുടെ ദുഃഖങ്ങൾ താൽക്കാലികമാണ്. നിന്റെ ദുഃഖങ്ങളുടെ കാലാവധി തന്നെയാണ് അവരുടെ സന്തോഷങ്ങൾക്കുമുള്ളത്. കാരണം അവർ സന്തോഷം അനുഭവിക്കുന്നത് നിന്നിൽ നിന്നും ഉതിർന്നു വീണ കണ്ണീരിൽ ചവിട്ടിയാണ്. ആ കണ്ണീരിന്റെ ചൂട് അവരെ പൊള്ളിച്ചു തുടങ്ങുന്ന കാലം വരും. അന്ന് നിന്നിലെ ധർമ്മത്തിന്റെ മൂല്യമെന്തെന്നും നിന്നോട് പ്രവർത്തിച്ച വഞ്ചനയിലൂടെ നേടിയ സന്തോഷങ്ങളുടെ ദോഷങ്ങൾ എന്തെന്നും അവർ തിരിച്ചറിയും. ആ തിരിച്ചറിവ് അവരെ ധർമ്മത്തിന്റെ വഴിയിലേക്ക് ആനയിക്കും.